ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചില വഴികൾ തെറ്റായതുപോലെ തോന്നും, പക്ഷെ അവ തന്നെ നമ്മെ ശരിയായ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എന്നെ ഹൈറിച്ച് എന്ന കുടുംബത്തിലേക്ക് കൊണ്ടുപോയ വഴിയും അങ്ങനെയായിരുന്നു. ജീവിതത്തിന്റെ പല തിരിച്ചടകൾക്ക് ശേഷം ഹൈറിച്ച് എന്ന കമ്പനിയിലേക്ക് എത്തിപ്പെട്ടു. ഹൈറിച്ച് എനിക്ക് ഒരു ജോലി മാത്രമല്ല, ഒരു ജീവിതവും ഒരു നേർവഴിയും തന്നു. വർഷങ്ങളോളം ചെയ്ത പരിശ്രമത്തിൽ ശരിയായ ബന്ധങ്ങളും ഒരുപാട് അവസരങ്ങളും പല മേഖലകളിലേക്കുള്ള വാതിലുകളും അതിലൂടെ എന്നെ തേടിയെത്തി. അവിടെ ഞാൻ 4 വർഷം, എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലം. കുടുംബത്തിന്റെ ചിരിയും സുഹൃത്തുക്കളുടെ സ്നേഹവും സുഖമായൊരു ജീവിതവും എന്റെ ആ നല്ല കാലത്ത് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം കമ്പനിയുടെ അക്കൗണ്ടുകൾ മരവിച്ചു. കേസുകൾ, അന്വേഷണം, അവിവേചമായ ആരോപണങ്ങൾ എല്ലാം ഒരു കൊടുങ്കാറ്റുപോലെ വന്നു. എല്ലാവരും ജീവിതം കൈവിട്ട അവസ്ഥയിലായി. അപ്പോൾ മനസ്സിലായി, ഒരാൾ മാത്രം രക്ഷപ്പെട്ടതുകൊണ്ട് ഒന്നും കാര്യമില്ല. 16 ലക്ഷം പേരുടെ ഭാവി സംരക്ഷിക്കേണ്ടത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണ് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി പിറന്നത്. ആ കുടുംബം എന്നെ തങ്ങളുടെ സ്റ്റേറ്റ് പ്രസിഡന്റായി വിശ്വാസത്തോടെ മുന്നിൽ നിർത്തി. ആ വിശ്വാസം തന്നെയാണ് എന്റെ ശക്തിയും എന്റെ ശ്വാസവും. പക്ഷേ വിജയത്തിലേക്കുള്ള യാത്ര എപ്പോഴും നേർമയുള്ളതല്ല. കഠിനമായ പല അവസ്ഥകൾ വന്നു ചേർന്നു. വഴികൾ തടയാൻ ശ്രമിച്ചവരുണ്ടായിരുന്നു. അപകീർത്തിയും ഭീഷണിയും പല രീതിയിലുള്ള ആക്രമണങ്ങളും. എന്നെ തളർത്താൻ നോക്കിയവരുമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്മാറിയില്ല. ഒരാളുടെയും മുൻപിൽ ഭയപ്പെട്ടില്ല. വഴി കഠിനമായപ്പോൾ ഞാൻ കൂടുതൽ ശക്തിയായി. ജനങ്ങളുടെ ശബ്ദവും അവരുടെ വിശ്വാസവും എന്നെ ഓരോ ദിവസവും ഉയർത്തി. ഇന്ന് ഞാന് മാത്രം മല്ല പൊരുതുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ചുകൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. ഒരു ദിവസം ഹൈറിച്ച് കുടുംബം വീണ്ടും ഉയർന്നു നിൽക്കണമെന്ന ലക്ഷ്യമാണ് അന്നും ഇന്നും എനിക്ക് ചിന്തിക്കാനുണ്ടായിരുന്നുള്ളൂ. കമ്പനിയെ വീണ്ടും ഉയർത്തി വിജയത്തിന്റെ കൊടി പാറിപ്പിക്കാൻ ഞങ്ങൾ കരുതലോടെയും നിയമത്തിന്റെ വഴിയിലെയും മനസ്സിന്റെ സത്യസന്ധതയോടെയും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിൽ ഒറ്റ വാക്ക് മാത്രം: ഈ യാത്ര എന്റെ മാത്രം കഥയല്ല. ഇത് ബഹുവിപ്ലവം സൃഷ്ടിച്ച ഒരു കുടുംബത്തിന്റെ കഥയാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ടപ്പോഴും മുൻപോട്ട് നോക്കി ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്ന ആ വിശ്വാസത്തിന്റെ കഥ.